ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ആ കപ്പൽ രാജകുമാരനെയും സംഘത്തെയും കൂട്ടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇപ്പോൾ ആ കപ്പലിൽ പോയതിനു ശേഷം രാത്രി സോംബികളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുകയാണ് രാജകുമാരനും കൂട്ടരും. ആ സമയത്ത് ആ ലേഡി ഡോക്ടർ പറയും, നമുക്ക് പോയിട്ട് ഗ്രാമത്തിന്റെ വാതിലുകളെല്ലാം അടയ്ക്കാം. അങ്ങനെയാവുമ്പോൾ സോംബികൾക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് കടക്കാൻ സാധിക്കാതെ വരും. അത് കേട്ട ഉടനെ രാജകുമാരനും അതിന് സമ്മതിക്കുന്നു. ശേഷം നടക്കാൻ സാധിക്കുന്നവരെല്ലാം നടന്നു വരിക, പ്രായമായവരും കുട്ടികളും വണ്ടിയിലേറി നമ്മളെ പിന്തുടരുക എന്നും പറഞ്ഞ് രാജകുമാരനും സംഘവും അവിടെ നിന്നും പുറപ്പെടുന്നു. പോകുന്ന വഴിയിലുടനീളം അവിടെ ഇവിടെയായിട്ട് സോംബികളെല്ലാം ഉറങ്ങിക്കിടക്കുന്നത് രാജകുമാരനും സംഘവും കാണുന്നു. കൂടെ വന്നവർക്കെല്ലാം പേടിയായി തുടങ്ങി. നമ്മളെല്ലാം ചിന്തിച്ചതിലും ഒരുപാട് കൂടുതലായിട്ട് സോംബികൾ ഈ നാടാകെ പരന്നു കഴിഞ്ഞു. ഈ അവസ്ഥയിൽ രാത്രി ഇവിടെ കഴിഞ്ഞുകൂടുക എന്നത് വളരെ ദുഷ്കരമാണ്. നമുക്ക് പുറത്തുനിന്നും സഹായം വേണ്ടിവരും എന്ന് രാജകുമാരന്റെ അംഗരക്ഷകൻ പറയുന്നു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. എല്ലാവരും സോംബിയെ പേടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. ഓടി അവസാനം കുറച്ചുപേരെങ്കിലും ആ കോട്ടയ്ക്കുള്ളിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷെ വൃദ്ധരെ കൂട്ടി വന്നിരിക്കുന്ന ആ വണ്ടി ഉണ്ടല്ലോ, അതൊരു കുഴിയിൽ താണുപോയി. നമ്മുടെ രാജകുമാരനാകട്ടെ അത് അതിൻ്റെ ഉള്ളിൽ നിന്നും കരകയറ്റാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഹണ്ടറും അംഗരക്ഷകനും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. അവരെല്ലാവരും കൂടി ആ വണ്ടി കുഴിയിൽ നിന്നും പൊക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും സോംബികളെല്ലാം നൈറ്റ് ഷിഫ്റ്റിന് തയ്യാറായി. ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് എല്ലാവരും കൂടി ആ വണ്ടി പൊക്കി തള്ളി എല്ലാവരെയും കയറ്റി അവിടെ നിന്നും പുറപ്പെടുന്നു. അപ്പോഴേക്കും സോംബികളെല്ലാം ഇവരുടെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടി വരാൻ തുടങ്ങി. വൃദ്ധരെ കയറ്റിയിട്ടുള്ള ആ വണ്ടി അങ്ങനെ സോംബികളുടെ പിടിയിൽപ്പെടാതെ ആ കോട്ടയ്ക്കുള്ളിലേക്ക് എത്തുന്നു. ആ ലേഡി ഡോക്ടർ ആകട്ടെ ഇവർ വരുന്നതും കാത്ത് പുറത്തു നിൽക്കുകയാണ്. നമ്മുടെ രാജകുമാരനും അംഗരക്ഷകനും ഹണ്ടറും കൂടി പിന്നാലെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സോംബികളാവട്ടെ അവരെ കടിച്ചു കീറുന്നതിന് വേണ്ടിയിട്ട് പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹണ്ടർ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് സോംബികളെ വെട്ടിവെച്ച് കൊല്ലാൻ തുടങ്ങി. അതും ഹെഡ് ഷോട്ട്. ഇത് കണ്ട രാജകുമാരൻ ഒരു സാധാരണക്കാരൻ എങ്ങനെ ഗണ്ണ് ഇത്ര കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് അത്ഭുതപ്പെടുന്നു. ഇപ്പൊ ആ കോട്ടയുടെ വാതിൽ അടയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും കുമാരനും സംഘവും അങ്ങോട്ടേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സോംബി ആകട്ടെ നമ്മുടെ കുമാരനെ ഇപ്പൊ കടിക്കുമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഹണ്ടർ ആ സോംബിയെ വെടിവെക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പഴയ കാലത്തെ ഒക്കല്ലേ അത് സ്റ്റെക്കായി പോയി. അടിപൊളി തേഞ്ഞ് മോനെ എന്റെ പണി ഇപ്പൊ തീർന്നു എന്ന് രാജകുമാരൻ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ അംഗരക്ഷകൻ ചാടി വീണ് ആ സോംബിയുടെ കഴുത്തരിഞ്ഞു വീഴ്ത്തുന്നു. നല്ല പൊളി സീനായിരുന്നു അത്. നമുക്ക് തന്നെ രോമാഞ്ചം കയറിപ്പോവും. ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അവസാനം അവരെല്ലാരും കൂടി എങ്ങനെയൊക്കെയോ കൂടി ആ കോട്ടയ്ക്കുള്ളിലേക്ക് വന്ന് കഥ കടയ്ക്കുന്നു. വയസ്സായവരോടും കുട്ടികളോടും സ്ത്രീകളോടും സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ട് പടവെട്ടാൻ അറിയുന്നവരോട് കളത്തിലിറങ്ങാൻ പറയുകയാണ് നമ്മുടെ രാജകുമാരൻ. ഇപ്പോൾ ആ സീൻ കട്ട് ചെയ്ത് ആ കപ്പൽ കാണിക്കുന്നു. നമ്മൾ 2 ദിവസത്തിനുള്ളിൽ മറുകരയിൽ എത്തുമെന്നും അവിടെ നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവുമെന്നും ആ ഗ്രാമത്തലവനും മുഖ്യ ഉപദേഷ്ടാവും സംസാരിക്കുകയാണ്. ആ സമയത്ത് അകത്തു നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിളവിയുടെ പയ്യൻ സോംബി പെട്ടിക്കുള്ളിൽ നിന്നും പുറത്ത് ചാടി കുരവള്ളി കടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തെന്നാ ശബ്ദം എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് അതിനുള്ളിലേക്ക് എത്തി നോക്കുകയാണ്. അപ്പോഴേക്കും ആ സോംബി ഇവരെയെല്ലാം ആക്രമിക്കാൻ വരുന്നു. പടച്ചോനെ നിങ്ങൾ കാത്തോളിയെന്നും പറഞ്ഞിട്ട് എല്ലാരും കൂടി വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. എല്ലാരും കൂടി നീന്തി ദാസിന്റെയും വിജയന്റെയും ദുബായ് കടപ്പുറത്ത് എത്തിയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അറിയാം. ആ സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ രാജകുമാരനെയും സംഘത്തെയും വീണ്ടും കാണിക്കുന്നു. കമ്പും കുന്തങ്ങളും ഒക്കെ തയ്യാറാക്കി വെച്ച് സോംബികളെ ആക്രമിക്കാൻ വേണ്ടി അവർ തയ്യാറായി നിൽക്കുകയാണ്. ഭാഗ്യമെന്ന് പറയട്ടെ ആ രാത്രി അവർ എങ്ങനെയൊക്കെയോ കൂടി കഴിച്ചുകൂട്ടി. സോംബികളൊന്നും ആക്രമിക്കാൻ എത്തിയില്ല. സോംബികളെല്ലാം പോയിരിക്കുന്നു. എല്ലാവരും വിശ്രമിച്ചോളൂ എന്ന് രാജകുമാരൻ പറയുന്നു. അതോടെ തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് ജനങ്ങളെല്ലാവരും രാജകുമാരനോട് നന്ദി പറയുന്നു. ആ സമയത്ത് രാജകുമാരൻ അംഗരക്ഷകനോട് പറയും, ഇവരുടെ എല്ലാ മുറിവുകൾക്ക് മരുന്നുകൾ ഏർപ്പാടാക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഭക്ഷണവും തയ്യാറാക്കുക. അതിനുശേഷം കുട്ടികളെല്ലാം ആ പേടിയും ഭയവും ഒക്കെ മറന്ന് പരസ്പരം കളിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആൾക്കാരെല്ലാം ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു. എന്നാൽ എല്ലാവർക്കുമുള്ള ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജകുമാരനാവട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പകുത്തു നൽകുന്നു. ഇത് കണ്ടുനിന്ന ഹണ്ടർക്ക് രാജകുമാരനോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നു. ഇതേസമയം അംഗരക്ഷകൻ വന്ന് രാജകുമാരനോട് പറയും, ഞാൻ കൊട്ടാരത്തിൽ ചെന്ന് ഇവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സഹായത്തിന് ആളെ ചേർക്കാൻ നോക്കാം. ആ സമയത്ത് ഹണ്ടർ അംഗരക്ഷകനോട് പറയും, നിങ്ങൾക്ക് സഹായത്തിനായി ഞാനും വരാം. ഉടനെ അംഗരക്ഷകൻ പറയും, ആദ്യം നീ ആരാണെന്ന് പറ. ഒരു സാധാരണക്കാരനായ മനുഷ്യനെ എങ്ങനെ ഈ ഗണ്ണ് കൃത്യമായി ഉപയോഗിക്കാൻ സാധിച്ചു? അതും കൃത്യമായി ഉന്നം തെറ്റാതെ തലയ്ക്ക് തന്നെ എങ്ങനെ എയിം ചെയ്യാൻ സാധിക്കുന്നു എന്ന് അംഗരക്ഷകൻ ചോദിക്കുന്നു. ഞാൻ പല യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് എന്ന് ഹണ്ടർ പറയുന്നു. ആ സമയത്ത് കോട്ടയ്ക്ക് വെളിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ രാജകുമാരനെ തടങ്കിലടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ പട തന്നെ കോട്ടയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. രാജകുമാരനോട് സ്വയം കീഴടങ്ങുന്നതിന് വേണ്ടി അവർ ആജ്ഞാപിക്കുന്നു. അപ്പോൾ രാജകുമാരന്റെ അംഗരക്ഷകൻ, ഞാൻ പുറത്തേക്ക് വരാം, എന്തു തന്നെയായാലും നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത്
മന്ത്രിമുഖ്യനെയാണ് കാണിക്കുന്നത്. രാജകുമാരൻ മന്ത്രിമുഖ്യന്റെ മകന്റെ തല അറുത്തുമാറ്റിയിരുന്നല്ലോ. ആ അറുത്തുമാറ്റപ്പെട്ട തല നോക്കി വിലപിക്കുകയാണ് മന്ത്രിമുഖ്യൻ. അവന് മരണത്തിലും വലിയൊരു ശിക്ഷ ഞാൻ നൽകും എന്ന് മന്ത്രിമുഖ്യൻ ശബ്ദമെടുക്കുന്നു. ഈ സൈന്യം മുഴുവൻ രാജകുമാരനെ തുറങ്കിലടക്കാൻ വേണ്ടി എന്തിനാണ് വന്നതെന്ന് ഇപ്പോ മനസ്സിലായല്ലോ. മന്ത്രിമുഖ്യന്റെ മകനെ കൊന്നതാണ് കാര്യം. മന്ത്രിമുഖ്യന്റെ സൈന്യം അംഗരക്ഷകൻ വരുന്നതൊന്നും കാക്കാതെ ആ കോട്ടയ്ക്കുള്ളിലേക്ക് അമ്പുകൾ എയ്യുന്നു. അതോടെ പലരും മരിച്ചു വീഴാൻ തുടങ്ങി. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നോർത്ത് കുമാരന് ആകെ വിഷമമായി. ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ എല്ലാവരെയും അവർ കൊന്നു തള്ളും എന്ന് ഹണ്ടർ രാജകുമാരനോടായിട്ട് പറയുന്നു. ഉടനെ തന്നെ രാജകുമാരനും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. കോട്ടയുടെ വാതിൽ തകർത്ത് മന്ത്രിമുഖ്യന്റെ പടയാളികൾ ആ കോട്ടയ്ക്കുള്ളിലേക്ക് കയറുന്നു. അവിടെ മുഴുവൻ പുക നിറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് പടയാളികളുടെ കൂട്ടത്തിൽ ഒരുത്തൻ വെടിയേറ്റ് വീഴുന്നു. തുപ്പാക്കിയിലെ വിജയിയെ പോലെ ഹണ്ടർ പുകമറയിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും വെടിവെച്ച് കൊല്ലുകയാണ് ഓരോ പടയാളികളെയും. കോട്ടയ്ക്കുള്ളിൽ നിന്നും വെടിവെച്ച് കേട്ടതോടെ സൈന്യാധിപൻ കുറച്ചുപേരെയും കൂട്ടി കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്നു. പടയാളികൾ എന്തൊക്കെ തന്ത്രം ഉപയോഗിച്ചും ഒളിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമുണ്ടായില്ല. ഹണ്ടർ കൃത്യമായിട്ട് ഉന്നം വെച്ച് ഓരോരുത്തരെയായി കൊന്നു തള്ളുകയാണ്. ഇതേസമയം പുറത്ത് കാവലുണ്ടായിരുന്ന പടയാളികളെ രാജകുമാരനും സംഘവും ചെന്ന് വെട്ടി വീഴ്ത്തുന്നു. അവരുടെ നിലവിളി കേട്ട് സൈന്യാധിപനും സംഘവും പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴേക്കും അവരുടെ ശവശരീരങ്ങൾ മാത്രമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് കാട്ടിലേക്ക് ആരോ ഓടുന്നത് കണ്ട് സൈന്യാധിപനും സംഘവും അയാൾക്ക് പിന്നാലെ പോകുന്നു. ഇതേസമയം കോട്ടയ്ക്കുള്ളിൽ ബാക്കിയുണ്ടായിരുന്ന രണ്ടുപേരെ കൂടി ആ ഹണ്ടർ വെടിവെച്ച് കൊല്ലുന്നു. സൈന്യാധിപനും സംഘവും പ്രത്യേക വിസിലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് രാജകുമാരന് പിന്നാലെ ഓടുന്നത്. പക്ഷെ അവസാനം ഓടി ഓടി എത്തിയപ്പോഴേക്കും ആ പരിസരത്തെങ്ങും രാജകുമാരനുണ്ടായിരുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുപയോഗിച്ചിരുന്ന ആ വിസിലില്ലേ, അതിന്റെ ടെക്നിക്ക് എന്താണെന്നുള്ളത് നമ്മുടെ രാജകുമാരന്റെ അംഗരക്ഷകൻ അറിയാം. പുള്ളിക്കാരൻ വിസിലടിച്ച് നൈസായിട്ട് ഇവരെ ഡൈവേർട്ട് ചെയ്തതാണ്. ആ സീൻ കട്ട് ചെയ്ത് രാജകൊട്ടാരമാണ് കാണിക്കുന്നത്. രാജാവിന്റെ ഉപദേശക സംഘം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മന്ത്രിമുഖ്യന് എതിര് നിന്ന കുറച്ച് ആൾക്കാർ. അവർ എത്രയും പെട്ടെന്ന് രാജാവിനെ കാണണമെന്നും പറഞ്ഞ് അന്തപുരത്തിലേക്ക് പോവുകയാണ്. പക്ഷേ മന്ത്രിമുഖ്യന്റെ കാവൽക്കാർ അവരെ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. ഉടനെ തന്നെ മന്ത്രിമുഖ്യൻ അങ്ങോട്ടേക്ക് വരുന്നു. ഞാൻ നിങ്ങളെ കൂട്ടി അന്തപുരത്തിലേക്ക് പോകാം, രാജാവിനെ ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞ് അവരെയും കൂട്ടി അന്തപുരത്തിലേക്ക് പോകുന്നു. പക്ഷേ രാജകുമാരി അവരെ വീണ്ടും തടയുന്നു. ഉടനെ മന്ത്രിമുഖ്യൻ രാജകുമാരിയോട് പറയും, എന്നെ നിനക്ക് ശരിക്കും അറിയാം, ഞാൻ പൂർണ്ണമായും ചിന്തിച്ചിട്ടാണ് ഈ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് നീ ഞങ്ങളെ തടയാൻ ശ്രമിക്കരുത്. ഇനി തടയാനാണ് ശ്രമമെങ്കിൽ എന്റെ പ്രതികരണം നിനക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല എന്ന് മന്ത്രിമുഖ്യൻ രാജകുമാരിയെ ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ട ഉടനെ രാജകുമാരി അവരെ അകത്തേക്ക് കടത്തിവിടുന്നു. രാജാവ് സോംബിയായിരിക്കുന്നത് കണ്ട് ഉപദേശക സംഘം ഞെട്ടിവിറച്ചു. അവർ അലറി വിളിച്ചുപോയി. ഇതുകൊണ്ടാണ് നിങ്ങളെ ആരെയും ഞാൻ അന്തപുരത്തിലേക്ക് കടത്തിവിടാഞ്ഞത്. രാജാവിന്റെ ഈ ദുരവസ്ഥ നിങ്ങളൊരാളും അറിയരുതെന്നുണ്ടായിരുന്നു എനിക്ക് എന്ന് മന്ത്രിമുഖ്യൻ അവരോട് പറയുന്നു. ഉടനെ തന്നെ ആ പ്രധാന ഉപദേഷ്ടാവ് പറയും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജാവ് മരിച്ചു കഴിഞ്ഞു. ഉടനെ തന്നെ പുതിയ ഭരണാധികാരിയുടെ പട്ടാഭിഷേകം നടത്തേണ്ടതുണ്ട്. അത് കേട്ടതോടെ മന്ത്രിമുഖ്യൻ പറയും, രാജാവ് മനുഷ്യനായിട്ടല്ലെങ്കിലും ജീവനോടെ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ മകൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നതുവരെ ഇത് ഈ രീതിയിൽ തന്നെ തുടരണം. അതിനുശേഷം ആ ആൺകുഞ്ഞായിരിക്കും ഈ കിരീടത്തിന്റെ അവകാശി എന്ന് മന്ത്രിമുഖ്യൻ പറയുന്നു. ഞാൻ ഈ പറഞ്ഞത് അംഗീകരിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ളതുപോലെ തന്നെ ഈ പദവിയിൽ തുടരാം, ഇല്ലായെങ്കിൽ നിങ്ങളുടെ ഇനിയുള്ള ജീവിതം ജയിലറയ്ക്കുള്ളിലായിരിക്കും എന്ന് മന്ത്രിമുഖ്യൻ അവരെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും മുഖ്യ ഉപദേഷ്ടാവ് മാത്രം മന്ത്രിമുഖ്യനെ എതിർക്കുന്നു. അതോടുകൂടി മന്ത്രിമുഖ്യൻ അയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലേക്ക് അയക്കുന്നു. മന്ത്രിമുഖ്യന്റെ സൈനികർ വന്ന് അയാളെ ടോർച്ചർ ചെയ്യുന്ന സ്ഥലത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. മറുവശത്ത് മന്ത്രിമുഖ്യൻ രാജകുമാരിയെ ചെന്ന് കാണുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ രാജ്യം ഭരിക്കുന്നതിന് നിന്റെ വയറ്റിലുള്ള ആ കുഞ്ഞ് പുറത്തു വരണം. എത്രയും പെട്ടെന്ന് തന്നെ ആ രാജകുമാരന്റെ കഥ കഴിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് മന്ത്രിമുഖ്യൻ മകളോട് പറയുന്നു. അച്ഛൻ കൂടുതലൊന്നും ചിന്തിച്ച് ആകുലപ്പെടാതിരിക്കും. ഈ നാട് ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആൺതരി, ഈ നാടിന്റെ അവകാശി എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരും എന്ന് രാജകുമാരി മന്ത്രിമുഖ്യനോട് പറയുന്നു. ആ സീനോടുകൂടി 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ.